എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. ആരത്? ഓണമായി. ഹാപ്പി ഓണം. ഞങ്ങളിപ്പോൾ വാഗമണ്ണിലോട്ടൊരു യാത്ര പോവുകയാണ്. ഇൻഷാ അല്ലാഹ് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ ഫാമിലി ആയിട്ട് ആദ്യത്തെ ഒരു ട്രിപ്പിന് ഇറങ്ങുവാണ്. ഫസ്റ്റ് XUV-യിൽ ഫസ്റ്റ് യാത്രയാണ്. ആദ്യമായിട്ട് വാഗമൺ വരെ പോവാണ്. ഇൻഷാ അല്ലാഹ് അടിപൊളി യാത്ര ആവുമെന്ന് കരുതുന്നു. ട്രാവൽ പോവുകയാണ്. വീഡിയോയിൽ ഇടാനുള്ള ഇത്രയും റിസ്കി റോട്ടിലൂടെ മേക്കപ്പ് ചെയ്യാനുള്ള ഇച്ചുവിന്റെ മനസ്സ് കാണാൻ. കോട്ടയത്ത് ഹിമാലയത്തിൽ പോയ മഞ്ഞ് കാണാൻ കോട്ടയത്ത് വന്നു കഴിഞ്ഞാൽ റംബുട്ടാന്റെ മല കാണാൻ. മലയിട്ട് ഫുൾ റംബുട്ടാൻ മലകളുടെ അടിയിലൂടെയാണ് നിങ്ങളുടെ യാത്ര. ഇന്നലെ രാത്രി ഇതിലൂടെ പോകുന്നപ്പോൾ 2 കള്ളന്മാരെ പോലെ ചിന്തിക്കുന്നു. ഈ ചേട്ടനൊക്കെ കണ്ടായിരുന്നു. വെട്ടുകത്തിയൊക്കെ കൊണ്ട് നല്ല ആളുകൾ നിന്നായിരുന്നു. വാഴത്തോട്ടങ്ങൾ. കോട്ടയത്തിനെ കുറിച്ച് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്തിരണോ അപ്പൊ ഗൈസ്? പല പ്രാവശ്യം മക്കളുമായിട്ട് വാഗമൺ പോവുകയാണ്. ഞങ്ങളുടെ ഈ യാത്ര പഠിച്ചവനെ നിന്റെ കാവലുണ്ടാകണം. എപ്പോഴും ഞങ്ങൾക്ക് നിന്റെ അനുഗ്രഹം ഉണ്ടാകണം. റബ്ബേ പഠിച്ചവനെ ഞങ്ങളെ എല്ലാവരും കാക്കണപ്പാ. ഞങ്ങൾക്ക് അമ്മമാരെയും കാക്കണപ്പാ. ഞങ്ങളുടെ യാത്രയിലെല്ലാം സന്തോഷമാകണപ്പാ. സങ്കടം വരുത്തരുത് പഠിച്ചവനെ. അപ്പൊ പല യാത്ര വാഗമണ്ണിൽ പോയിട്ടുണ്ടെങ്കിൽ പല ഷൂട്ടിങ്ങിനും ലൊക്കേഷൻ കാണാൻ വാഗമണ്ണിൽ പോയിട്ടുണ്ടെങ്കിൽ ഇത് ആദ്യമായിട്ടൊരു ഫാമിലി ട്രിപ്പ് ആഫ്റ്റർ മാരേജ്. ഞങ്ങളുടെ ഫസ്റ്റ് ട്രിപ്പ്. എവിടെ നീ എവിടെ പോയി കിടക്കും? ഹലോ, ഇത് വ്ളോഗിൽ നിന്നെ തരുന്നു. നിങ്ങൾ നോക്കിയേ. ഹലോ. അതെ. അപ്പൊ ഞങ്ങള് ആഫ്റ്റർ മാരേജ്. ഏത് ഇതാണോ പ്രശ്നം? ഞാൻ ഇൻട്രോ പറയട്ടെ. ഇവിടുന്ന് പറഞ്ഞേ യാത്ര. വെൽക്കം ബാക്ക് ടു നമ്മളെ ഫസ്റ്റ് വീഡിയോ അല്ലേ? വെൽക്കം ടു അവർ ഫസ്റ്റ് വ്ലോഗ്. ബിക്കോസ് ഞങ്ങളിങ്ങനെ ആദ്യമായിട്ടൊരു യാത്ര പോവാണ്. ഇൻഷാ അല്ലാഹ് എല്ലാരും കൂടെ ഉണ്ടാവണം. ഇനി ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ വെറുപ്പിക്കാൻ ഓരോ വ്ലോഗുകളായിട്ട് വരും. അതേ ഡ്രസ്സൊക്കെ മാച്ച് ചെയ്തിട്ടിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്. ഇതാ ഇവിടെ സ്റ്റൈലായി സെറ്റായിട്ട് ഉമ്മ ഇരിക്കുന്നത്. ഉമ്മ ഹലോ. ഉമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ കുട്ടപ്പനായിട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 3XO-യിലാണ് യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി കഴിഞ്ഞ് ഈരാറ്റുപേട്ടയിൽ വാപ്പ ചെറിയൊരു സെറ്റപ്പിൽ ഒരാളെ കിടത്തിയിട്ടുണ്ട്. വാപ്പ ഒന്ന് പറഞ്ഞ ആരാ വാപ്പ കിടക്കുന്നവിടെ ഈരാറ്റുപേട്ടയിൽ? അൽവാനിക്ക് എന്ത് പറ്റും വാപ്പ? എന്റെ കാല് കൊണ്ട് അവൾക്കിട്ട് ഒരു തട്ട് കൊടുത്തു. ഡാൻസ് കല്യാണത്തിന് എന്നാലും അവൾ പൊളിച്ചു. പക്ഷെ ഇപ്പൊ അവള് പ്ലാസ്റ്റർ ഇട്ട് കിടക്കുകയാണ്. വളരെ സങ്കടമുണ്ട്. പിന്നെ എനിക്ക് സന്തോഷമുണ്ട്. അവൾ അടങ്ങി ഇരുന്നോളൂല്ലോ. ജസ്റ്റ് ഡാൻസ് തുർപ്പൂരാനിലെ മമ്മൂട്ടിന്റെ പോലെ വാപ്പാടെ കൂടെ ഡാൻസ് കളിച്ചാണ്. ആ ഡാൻസ് കളി ഇപ്പൊ നൈസായിട്ട് അൽവാനാൻ്റെ 1 മാസം റെസ്റ്റ് എടുക്കും. എന്താണ് ജാംഷാങ്കിള് അൽവാനിന്റെ പൊന്നുപോലെ നോക്കുന്നത് ഇന്നലെ ഞങ്ങൾക്ക് റിപ്പോർട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു യാത്രയും കൂടെ ഉണ്ട്. അതും കൂടെ ചെക്ക് ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് പോകാനായിട്ട്. അൽവാനിന്റെ അവിടെ എത്തിയിട്ട് ഞങ്ങൾ ബാക്കി കാണിക്കാം. ഓക്കെ. ഫ്രൂട്ട്സ് മേടിച്ചാ പറയടി. ഫ്രൂട്ട്സ് ആണല്ലോ. എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. ആരത്? അപ്പൊ ഏതായാലും ഡാൻസ് കളിച്ചിട്ട് ഒരാളുടെ ഡാൻസ് കളിച്ച് ഇത്ര ആക്കിയിട്ട് എന്തായാലും ജാംഷങ്ങളുടെ ഡ്യൂട്ടിയായി. നമ്മളെവിടെ പോവാ? നമ്മളെവിടെ പോവാ? പറ. വാഗമണ് പോവാണോ? ഏത് വണ്ടിയിലാ പോണേ? ഏത് വണ്ടിയിലാ പോണേ? ഏതാ? കേട്ടില്ല. ഉറക്കണ നമ്മുടെ വണ്ടിയിലാ? ഇങ്ങോട്ട് നോക്കി. എന്റെ വണ്ടി പോയിരുന്നോ? ഡാഡാടെ വണ്ടിയുടെ മുകളിൽ എന്താ മോനെ? ആ പെട്ടി എന്തിനാ?
ഇടക്ക് നിനക്ക് ഇരിക്കാനാണോ? അതാണ് പ്രശ്നം. കുഞ്ഞിതായതാ. പറ ഒരു ഹായ് പറഞ്ഞ്. ഹായ് ഗൈസ് പറ. നമ്മൾ എങ്ങോട്ടാ പോണം? അത് പറ. ഹേയ് ഗൈസ് പറ. ഏയ് ഗൈസ് പറ. എംചു നോക്ക്. ഇങ്ങനെ ഇനി ഇങ്ങനെ ഇങ്ങനെയാണോ? ഇങ്ങനെയാണോ? ഇതല്ലേ? കറക്റ്റ് ആണോ? നിനക്ക് ഇതറിയോ? നടുവില് വാഴ വെച്ചു, ചുറ്റും സ്ഥലം മേടിച്ചു, വാഴ ഇങ്ങനെ വലുതായി, പിന്നെ വലുതായി കള്ളം കയറി വന്നു. കണുവാഴ കട്ട് കള്ളൻ ഓടി. നിങ്ങളുടെ അവിടെ ഇങ്ങനെയാണോ? ഞങ്ങളുടെ വേറെ. ആ നല്ല കുട്ടിയാ. എംചുനി അടുത്ത വർഷം സ്കൂളിൽ പോവോ? ഏത് വണ്ടിയിലാ സ്കൂളിൽ പോവാ? സിപ്പ് ലൈൻ ഉണ്ടെന്ന് പറയുന്നേ. ഇഷ്ടപ്പെട്ടോ? വേണ്ട നീ ഇവിടെ ഇരുന്നോ. നമ്മള് വാഗമൺ എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ കൂടെ എംചുണ്ട്. എംചു സൂപ്പർമാൻ എന്നൊക്കെ പറഞ്ഞ് കേറാൻ വേണ്ടി പോവാ. ഇങ്ങനെ കാണുന്ന ഞാൻ എങ്ങനെ ഇടാനാണ്? അല്ല അവൻ തന്നാ കാല് ഇങ്ങനെ കാല വിളിച്ചപ്പോ കാലെന്നീ. അപ്പൊ കുറച്ച് മാനികളെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങള് എംചു ഒരു ഹായ് കാണിച്ചേ. ഹലോ ഗൈസ്, നമ്മളിപ്പോ ചെവി വറക്കാവുള്ളൂ. ഇഷ്ടമായി നിനക്ക്? നോക്ക് ഞാൻ ചോദിക്കാവേ. നമ്മള് വിന്റർവെയിലോട്ട് എത്തുകയാണ്. നോക്ക് നിന്റെ വണ്ടി കയറി പോണ കണ്ട വിന്റർവെയിൽ റിസോർട്ട്. വാ അടിപൊളി ആംബിയൻസ് ആണ്. ആന നോക്കടാ. ഇന്ത്യ എനിക്കില്ലേ? താങ്ക് യു ഗൈസ്. കണ്ടായിരുന്നു. ഏത് പുതിയൊരാൾ നമ്മളെ കൂടെ ഇത് എങ്ങനെ ആലോചിച്ചു? പിന്നെ ഒന്നും കൂടി ഞാൻ സൂം ചെയ്ത് ഡാഡ എനിക്കും മേടിച്ചു തരുമോ? വള്ളി വരുമോ ഞാൻ നടക്കാം. തൊണ്ടക്ക് ഒരു സാധനം നോക്കിയിരിക്കുക. ഞാൻ സംഭവം വിളിച്ചു.
വളരെ സന്തോഷമായി മക്കളോടെ വന്ന് മക്കളോട് എൻജോയ് ചെയ്യാൻ പറ്റി ഞങ്ങൾക്ക് വളരെ സന്തോഷം. സ്ഥലം കാണിച്ചു തരാം ഞങ്ങളുടെ കൂടെ. മോന്ത നല്ല വളച്ചിരിക്കുന്നു. ഇങ്ങോട്ട് ഒരു വ്യൂ പോയിന്റ്. ഇവരുടെ റൂം കാണണം, എന്നിട്ട് ഞങ്ങളുടെ കോട്ടേജ് കാണാൻ ഇവരുടെ കോട്ടേജ് ആയിട്ട് ഞങ്ങൾ പോകത്തുള്ളൂ. അത് നിങ്ങളുടെ റെഡി ഗോ. പുറപ്പെടു. ഓണമായി. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എന്താണ് പരിപാടി? അതെന്താ പൊട്ടിക്ക്? നീ പൊട്ടിക്ക്, ഞാൻ കാണട്ടെ. നീ അപ്പൊ ടൂറൊന്നും കാണാനില്ലേ? അറിയൂലേ? എന്നാ ഞാൻ പൊട്ടിക്കുന്ന വീഡിയോ എടുക്ക്. നീ വീഡിയോ എടുക്ക്. എവിടെ വീഡിയോ എടുക്ക്? അത് ക്യാമറന്റെ അവിടെ കൈ വെച്ചാൽ എങ്ങനെ കിട്ടുക? ഇപ്പൊ കാണാം എന്നെ? എന്നെ കാണുന്നുണ്ടോ? സത്യം പറ. ഏതാ എംചോ? അത് നോക്കോ, രണ്ട് സൈഡ് നോക്കാം. ചാനു ഇത് കോളമാക്കല്ലേ പ്ലീസ്. ഓണാഘോഷം പ്രമാണിച്ച് റോസാപ്പൂ ഇട്ടാൻ തോന്നുന്നു. ഇവരെന്ത് പറ്റിയവർക്ക്? ഇപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കും. ഞാൻ റെഡിയാക്കാൻ പോവാണല്ലോ. കണ്ടോ അങ്ങനെ നിക്ക് സാനെ. മതിന്റെ തോടുണ്ടോ? ഓക്കെ ഓക്കെ അല്ലേ? പിന്നെ നൈസ് അല്ലേ? അപ്പൊ ഗായ്സ് ഞങ്ങളൊന്ന് കുളിക്കാൻ വേണ്ടി പോവാണ്. വാഗമണ്ണിന്റെ തണുപ്പിൽ ഗോയിങ് ടു ബ്ലാസ്റ്റ്. പയ്യെ പയ്യെ. ഐസ്പാത്തിന് പോയത് പോലെ ഉണ്ട്. ഒരാൾ ഉപയോഗിച്ച് ഒരാൾ അതെന്നാ സാധനം? നീളത്തില്ലെങ്കിൽ അതെന്നെ ആവോലി. മധുവർണ്ണ പൂവല്ലേ നറുനിലാത്തിരളേ എങ്ങനെയുണ്ട് വാപ്പ ചായ? എങ്ങനെയുണ്ട് സെറ്റപ്പ്? ഇഷ്ടമായ? ആഹാ ചായ തന്നാലും കോഫി. എന്താ ദൂരെ നോക്കുന്നത്? എടുക്കുന്നത്
മറ്റേ സാധനം നിക്ക്, ഇത് നിക്ക്. അങ്ങനെ ഞങ്ങളിവിടെ നൈറ്റ് ഒരു രക്ഷയില്ലാത്ത മഴ മാത്രമല്ല ഭയങ്കര കോട കയറി കിടക്കുവാണ്. വിൻ്റർവെയിലിൻ്റെ ഫീൽ ഇങ്ങനെ കാണാൻ പറ്റുന്നത് ഇപ്പോഴാണ്, ഈ സമയത്താണ്. ഈ കോടയിലാണ്. നൈറ്റിനെക്കാട്ടിലും നമുക്ക് ഫീൽ ചെയ്യുന്നത്, അല്ല ഡേനെക്കാട്ടിലും നമുക്ക് ഫീൽ ചെയ്യുന്നത് നൈറ്റാണ്. ഭയങ്കര രസമായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇനി അടുത്ത് നമുക്കൊരു ഇത് കിടക്കുക, നമ്മുടെ ഒരു എന്താ പറയുക, നൈറ്റ് ഫുള്ള് നല്ല തണുപ്പുണ്ടല്ലേ. ഞാൻ ഇപ്പൊ തലയടിച്ച് വീഴുമെന്ന് എനിക്കറിയില്ല. വീഴില്ല. എനിക്കിടത്തേക്ക് ഇന്ന് കച്ചേരിയാണ് ഗൈസ്, കച്ചേരി. ഞങ്ങള് പാട്ടും പൊളിക്കാൻ വേണ്ടി പോവാണ്. നല്ല വേണല്ലേ. അപ്പൊ മൈക്ക് എടുത്തിട്ടുണ്ട് ഗൈസ്, ഇനി അവിടെ കാണാം. ഇതാ എത്തിച്ചേർന്നിരിക്കുന്നു. ഹായ്, ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു. എന്റെ കൊച്ചു വന്ന് തണുത്ത് കൈ തിന്നാൻ തുടങ്ങിയോ? ആരെ ഫോണ്? ഫയർ കത്തിക്കാണ്. ഫയർ വരുന്നുണ്ടോ ഇപ്പൊ? ഇത് കണ്ടോ അഞ്ചു, ദിസ് ഈസ് ക്യാമ്പ് ഫയർ. ഏച്ചു കണ്ടിട്ടുണ്ടോ? ഇതാണ് ക്യാമ്പ് ഫയർ. അതാ ക്യാമ്പ് ഫയർ ആണ്. തീയല്ലേ? ക്യാമ്പിലിടുന്ന തീനാണ് ക്യാമ്പ് ഫയർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതൊരു ക്യാമ്പല്ലേ? ബ്ലൂടൂത്ത് കാണിക്കുന്നില്ലോ. ഇഷ്ടമായോ? ക്യാമ്പ് ഫയർ ഇഷ്ടമായോ? മാപ്പിളപ്പാട്ട് കേട്ടാലും മതി വരാത്ത പടവാള ഞങ്ങളുടെ കൂടെ റൊമാനി ഫാമിലി വന്നിട്ടുണ്ട്. അവരും ഞങ്ങളുടെ കൂടെ മൊത്തത്തിൽ പാട്ട് പാടാൻ വേണ്ടി കൂടിയാണ്. ഇവിടുത്തെ വൈബ് കണ്ട് ഞങ്ങളുടെ വാഗമൺ ട്രിപ്പിൻ്റെ അവസാന ഘട്ടത്തിലോട്ടാണ്. ഞങ്ങളിങ്ങനെ വണ്ടിയൊക്കെ പാക്ക് ചെയ്യുന്നു. എനിവേ അടുത്തൊരു വ്ളോഗും ആയിട്ട് ഞങ്ങളെത്തും. ഞങ്ങളുടെ കൂടെ ഒരു ആനയുണ്ട്, എൻ്റെ കൂടെ എംച്ചു ഉണ്ട്. എംച്ചു ഒരു ബൈ പറഞ്ഞേ. നെക്സ്റ്റ് വ്ളോഗ് നമുക്ക് കാണാം. എന്തായാലും നല്ല
നല്ല ട്രീറ്റ്മെൻറ്റും നല്ല സർവീസും ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഈ റിസോർട്ട് വിൻ്റർവെയിൽ. സോ ബൈ ബൈ പറ. ഞാൻ വണ്ടി ഓടിക്കാം. ഷഹദ് മാമ വണ്ടി ഓടിക്കണം, ഞാൻ വണ്ടി ഓടിക്കുന്ന. അപ്പൊ അമ്മത്ത് മാമ വണ്ടി ഓടിച്ചില്ലേ? അമ്മത്ത് മാമ വണ്ടി ഓടിച്ചില്ലേ? അത് കുറെ നേരം വണ്ടി ഓടിച്ചില്ല. ആ ഓക്കെ, ഞാൻ ഓടിക്കാന്നാ പറഞ്ഞേ. എംഷുവിന്റെ കോപ്പറേറ്റ് അടിക്കും. അഡ്വഞ്ചർ പാർക്കിലോട്ടാണ് ഗൈസ്. അഡ്വഞ്ചർ പാർക്കിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ അഡ്വഞ്ചർ പാർക്കിന്റെ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് ഉള്ള പോക്കാണ്. ഭയങ്കര കോടയാണ്. എംചോ, where we going? എവിടെ പോണേ നമ്മള്? പറ. നിനക്ക് എന്തിനാ കേറണ്ടേ? എന്റെ ബാക്കിൽ ഞാൻ വീഴാനായെന്ന് പറയണേ. പോരെ, ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്കുള്ള പോവാം. നമ്മളെല്ലാരും ഒന്നിച്ച് കയറാൻ പോകും. ഓ ഗ്ലാസ് ബ്രിഡ്ജ് കണ്ടോ? ഇത് ശബരിമല ഇറങ്ങുന്ന പോലെ ഉണ്ടല്ലേ? എംചു, ഹലോ. ഇപ്പൊ അതിന് തിരിച്ചെങ്ങനെ കുറിച്ചു? ആരുള്ളൂ? എന്റെ പൊന്നു, ഇടിലാണ്. ഗ്ലാസ് ബ്രിഡ്ജിലോട്ടാണ് ഗൈസ് ഞങ്ങൾ പോകുന്നത്. എവിടെ വെച്ച് പോണേ? ഇച്ചോ എവിടെ പോണേ? തിരിഞ്ഞൊന്ന് കാണിച്ചു. ഓ ഞാൻ വിളിക്കാൻ പോ. ആലുറപ്പിച്ചാണ്. മാഷാ അല്ലാഹ്. നോക്കിച്ചു താഴോട്ട് നോക്ക്. ഓ മൈ ഗോഡ്, പടച്ചോനെ. മുന്നിടുന്നേ താഴോട്ട് നോക്ക്. നിനക്ക് തലയിറ്റിന് അനുവദിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. ആ നോക്കിയേ. എംചു എങ്ങനുണ്ട്? ആകാശത്തിന്റെ കോണിൽ നിന്നും താഴോട്ടൊരു ഫോട്ടോ. എംചു നോക്കിയേ. ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? ചെറിയൊരു വൈബ്രേഷൻ ഉണ്ട് കേട്ടോ ഇതിന്. പക്ഷെ അതൊരു ഫീൽ തന്നെയാണ്. എംചോ ഒരു സമയത്ത് അവിടെ
എന്താണ് അഭിപ്രായം? വളരെ നല്ലൊരു അഭിപ്രായം. ഇഷ്ടപ്പെട്ടോ? എന്താ ഇഷ്ടപ്പെട്ടു? ചിലരൊക്കെ എന്നെ അതിനകത്തോട് തള്ളിയിടാൻ ശ്രമിച്ചിരുന്നു, പക്ഷെ ഞാൻ ശ്രമിച്ചിട്ടില്ല. അറിയാതെ കൈ എന്തോ ചെറുതായിട്ടൊന്നും ഇങ്ങനെ ഇളകിയുള്ളൂ. അടുത്തോട്ട് നോക്കിയേ. അങ്ങനെ ഗൈസ്, ഞങ്ങളിങ്ങനെ ഇന്നലത്തെ രാത്രിയിലെ എല്ലാ യാത്രയും കഴിഞ്ഞ് വാഗമണ്ണിലെ റിസോർട്ടിൽ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു നൈറ്റും കഴിഞ്ഞ് തിരിച്ചു പോവാണ്. ഇന്നത്തെ പ്ലാൻ അനുസരിച്ച് നിലമ്പൂർ പോകണം, ഞങ്ങൾക്ക് വീട്ടിലോട്ട് പോകണം. അവിടുത്തെ സൽക്കാരങ്ങളൊക്കെ പെൻഡിങ് ഇട്ടാണ് വന്നേക്കുന്നത്. പടത്തിൻ്റെ മീറ്റിങ്ങുകൾ കുറച്ചുണ്ട്. അപ്പോൾ എന്തായാലും എനിവേ താങ്ക് യു വാഗമൺ, താങ്ക് യു ചുട്ടി. അപ്പോൾ അടുത്തൊരു എപ്പിസോഡ് കാണുന്നവരേക്കും വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം.